മനസ്സിന്റെ പൂമുഖവാതിൽ നാഥാ നിനക്കായി തുറന്നിടുന്നു. നിൻ സ്നേഹസത്സരം എൻ ഹൃദയേ വന്ന് നിത്യം നിത്യം മുട്ടിടുമ്പോൾ എന്റെ മനസ്സിന്റെ പൂമുഖവാതിൽ നാഥാ നിനക്കായി തുറന്നിടുന്നു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മിൽ മിക്കവരും. പ്രതിസന്ധികളിൽ ഒളിച്ചോടുവാൻ ശ്രമിച്ച പത്രോസിനെക്കുറിച്ച് ഒരു പാരമ്പര്യ കഥയുണ്ട്. റോമിൽ തനിക്ക് ശത്രുക്കൾ വർദ്ധിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു. ആ രാത്രിയിൽ പത്രോസിന് ഒരു ദർശനമുണ്ടായി. റോമിൽ നിന്നും ഓടിപ്പോരുമ്പോൾ തനിക്കെതിരെ യേശു ശിരസ്സുയർത്തി നഗരത്തിലേക്ക് വരുന്നു. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പറഞ്ഞു, ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടുവാനായി റോമിലേക്ക് പോകുന്നു. പത്രോസ് ഒളിച്ചോടുവാൻ ശ്രമിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് യേശു മടങ്ങി വന്നു. ഈ ദർശനം റോമിലെ ശുശ്രൂഷയ്ക്കായി പത്രോസിനെ ധൈര്യപ്പെടുത്തി എന്ന ഈ കഥയിൽ പറയുന്നത്. ഉൽപ്പത്തി 16 യജമാനത്തിയായ സാറയുടെ കഠിനമായ പ്രവൃത്തികൾ താങ്ങാവുന്നതിലും അധികമായപ്പോൾ ഒളിച്ചോടിയ ഹാഗാറിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒളിച്ചോടിയ ഹാഗാറിനെ ദൈവദൂതൻ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദൂതൻ അവളെ ധൈര്യപ്പെടുത്തി. 16:8. തുടർന്ന് ഹാഗാറിനെ യജമാനത്തിയുടെ അടുക്കലേക്ക് ദൈവദൂതൻ മടക്കി അയച്ചു. ജീവിതം സന്തോഷകരമോ വേദനാപൂർണമോ ആയിരുന്നാലും നമ്മെ കാണുന്ന ഒരു കർത്താവ് ഉണ്ട്. 139 സങ്കീർത്തനത്തിൽ ഒരു ചോദ്യവും തുടർന്ന് അതിനുള്ള മറുപടിയും ഇപ്രകാരം കാണുന്നുണ്ട്. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. സങ്കീർത്തനം 139 7-10 വരെ. യേശുവിൻ്റെ ക്രൂശീകരണത്തെ തുടർന്ന് ഇനി യെരുശലേമിൽ പാർക്കുന്നത് ബുദ്ധിയല്ല എന്ന് ചിന്തിച്ച 2 ശിഷ്യന്മാരെക്കുറിച്ച് ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് അവർ ഇരുവരും നിരാശയോടെ എമ്മൗസിലേക്ക് യാത്ര തിരിച്ചു. ഇവരുടെ യാത്രയിൽ അവർക്കൊരു സഹയാത്രികനെ ലഭിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചും തർക്കിച്ചും ഉത്തരം പറഞ്ഞും അവർ ഒരുമിച്ച് നടന്നു. ഒരുമിച്ച് യാത്ര ചെയ്തിട്ടും അവർക്ക് സഹയാത്രികനെ മനസ്സിലായില്ല. നമ്മുടെ എല്ലാ യാത്രകളിലും നമ്മോട് കൂടെ ഒരുവൻ നടക്കുന്നുണ്ട്, എന്നാൽ നമുക്കവനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയുടെ മധ്യത്തിൽ നാം പതറിപ്പോകുന്നതും ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നതും. എമൗസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര അവസാനിക്കാറായപ്പോഴേക്കും നേരം വൈകി. സൂര്യൻ അസ്തമിച്ചു, അന്ധകാരം പടർന്നു. കൂടെ നടക്കുന്നവനെ മനസ്സിലാക്കാതിരിക്കുന്നത് ജീവിതത്തെ അന്ധകാരമാക്കും. ഇരുട്ട് മാറണമെങ്കിൽ കൂടെയുള്ളവനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ഈ ശിഷ്യന്മാർ കൂടെ നടന്നവനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ക്ഷണിക്കുക എന്നത് പ്രാർത്ഥനയാണ്. കൂടെ നടക്കുന്നവനെ അറിയണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ പ്രാർത്ഥിക്കണം. അവനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. പ്രാർത്ഥനാമുറിയിൽ വെച്ച് കൂടെ നടന്നവൻ അവർക്ക് അപ്പനുറുക്കുകൾ നൽകി. ഉടനെ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നു. അവർ കൂടെ നടന്നവൻ ഉയർത്ത യേശുവാണ് എന്ന് മനസ്സിലാക്കി. ലൂക്കോസ് 24:30. അപ്പനുറുക്കുകളുടെ അനുഭവം നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു. അപ്പനുറുക്കുകളിൽ കൂടി പുതിയ കാഴ്ചപ്പാട് ലഭിച്ച ശിഷ്യന്മാർ പിന്നെ അവിടെ നിന്നില്ല. അവർ യെരുശലേമിലേക്ക് മടങ്ങി. അവരുടെ നിരാശ മാറി. അവർ ഉയർപ്പിൻ്റെ സാക്ഷികളായി തീർന്നു. ലൂക്കോസ് 24:35. കൂടെ നടക്കുന്നവനെ മനസ്സിലാക്കാത്തിടത്തോളം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ഒരിക്കലും കഴിയില്ല. അതുമാത്രമല്ല,
യാത്ര നമ്മെ അപകടത്തിലേക്കായിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമാണ്. ഈ തിരിച്ചുപോക്കിന് മാനസാന്തരം എന്ന് പറയും. മാനസാന്തര അനുഭവത്തിൽ കൂടി മാത്രമേ കർത്താവിനെ മനസ്സിലാക്കുവാൻ സാധിക്കൂ. പൗലോസ് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. ഈ പുതിയ അനുഭവമാണ് ഇന്ന് നമുക്ക് ആവശ്യം. യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ കൂടി മാത്രമേ ഈ പുതിയ അനുഭവം നമ്മിൽ ഉണ്ടാവൂ. യേശുവിനെ ക്ഷണിക്കാതെ അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കില്ല. കർത്താവ് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും എന്നാണ്. വെളിപ്പാട് 3:20 എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഭവനത്തിൽ പാർക്കുവാൻ കൂടെ നടന്നവനെ ക്ഷണിച്ചു. അവൻ അവരോടൊപ്പം ഭവനത്തിൽ പ്രവേശിച്ചു. നമ്മോടുകൂടി എപ്പോഴും നടക്കുന്നവനെ നമ്മിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ജീവിതം യേശുവിനായി തുറന്നു കൊടുക്കാം. എങ്കിൽ അവൻ നമ്മിൽ പ്രവേശിക്കും. അപ്പോൾ പ്രതികൂലങ്ങളിൽ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പാൻ നമുക്ക് കഴിയും. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി എന്നിൽ അവിടുന്ന് വസിക്കണമേ. ആമേൻ. ഞാനുറങ്ങുമ്പോൾ